ഓം ശരവണഭവായ നമഃ. ഉരുവായ് അരുവായ് ഉളതായി ഇളതായി മരുവായ് മലരായ് മണിയായി ഒളിയായി കരുവായ് ഉയിരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് ഗുഹനേ. ഉരുവായ് അരുവായ് ഉളതായി ഇളതായി മരുവായ് മലരായ് മണിയായി ഒളിയായി കരുവായ് ഉയിരായ് ഗതിയായ് വിധിയായ് ഗുരുവായ് വരുവായ് അരുൾവായ് ഗുഹനേ. ഈ വരികൾ ബാലസുബ്രഹ്മണ്യന്റെ അനുഗ്രഹത്തിനായിട്ട് ജപിക്കുന്നതാണ്. ഒരുപാട് പേർ ഇതിങ്ങനെ ദിവസവും ജപിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനോർത്തു അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന്. നമ്മുടെ അറുമുഖനായോണ്ട് 6 പ്രാവശ്യം ജപിച്ചാൽ ഒരുപാട് നല്ലതാണെന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ, എല്ലാവരും ജപിക്കുക. ഹരേ കൃഷ്ണ. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ തൊട്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ട് നടക്കുകയാണ്. ഹരേ കൃഷ്ണ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. കുറേ പേര് ഞാൻ കണ്ട പോസ്റ്റിലും ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന കേട്ടു. എൻ്റെ മുരുക, അല്ലെങ്കിൽ എൻ്റെ ഗുഹ, നീ സ്വരൂപനായും അരൂപനായും ഉള്ളവനായും ഇല്ലാത്തവനായും സുഖവാസ സ്ഥലമായും വിടർന്നു നിൽക്കുന്ന പൂക്കളായും രത്നങ്ങളായും അവ ചിന്തുന്ന ഒളിയായും ഗർഭമായും ജീവന്റെ തുടിപ്പായും എൻ്റെ ആശ്രയമായും എന്നെ നയിക്കുന്ന വിധികർത്താവായും എൻ്റെ സദ്ഗുരുവായും എൻ്റെ മുന്നിൽ എഴുന്നള്ളി എന്നിൽ അനുഗ്രഹം ചൊരിയാൻ തിരുവുള്ളം കനിയേണമേ. എന്ത് നല്ല പ്രാർത്ഥനയല്ലേ. ഹരേ കൃഷ്ണ. നമുക്ക് ഇത് നമ്മുടെ ഭഗവാൻ കൃഷ്ണന് വേണ്ടിയും ജപിക്കാം. കൃഷ്ണനും മുരുകനും ശിവനും എല്ലാം ഒന്ന് തന്നെയാണ്. എന്ത് നല്ല അർത്ഥമാണല്ലേ. അതുകൊണ്ട് എല്ലാവരും ജപിക്കുക. ഹരേ കൃഷ്ണ.